ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടറുടെ ചികിത്സാ പിഴവ് കാരണമാണ് ഞാൻ 11 വർഷമായിട്ട് നടക്കാൻ പറ്റാതെ ഈ ഇരിപ്പിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ ഡെലിവറിയിൽ അരക്കുകീഴ തളർന്നതാണ്. ഗർഭിണിയായിരുന്നപ്പോഴത്തേക്ക് ഒരു ആരോഗ്യപരമായ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഒരു പനി പോലും വന്നിട്ടില്ല. പക്ഷേ നല്ല ചുറുചുറുക്കോടെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ പോയത് ഡെലിവറിക്കായിട്ട് ശേഷം അരക്കീഴ തളർന്നു. അപ്പൊ അതുപോലെ ഇന്നലെ നമ്മൾ വാർത്തകൾ കണ്ടതാണ്, ഒരു കുഞ്ഞിന് കയ്യില് 6ാമത്തെ വിരൽ സർജറി ചെയ്ത് നീക്കം ചെയ്യാൻ പോയത് ഡോക്ടർ നാവില് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. വീട്ടിലുള്ളവർക്ക് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് പഠിക്കാൻ മിടുക്കരല്ലാത്ത പുറകിലോട്ടുള്ള കുട്ടികൾക്ക് കാശ് മുടക്കി മെഡിക്കൽ സീറ്റ് ദയവായി വാങ്ങി കൊടുക്കരുത്. പിന്നെ ഇപ്പോഴും ഇടയ്ക്കൊക്കെ വാർത്തകളിൽ വരുന്നതാണ്, ഈ ഡോക്ടറിന് പഠിക്കുന്ന കുട്ടികൾ തന്നെ ലഹരി ഉപയോഗിക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ളവർ ഈ ഫീൽഡിൽ പോകരുത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏതൊരു മനുഷ്യനും ദൈവത്തെ പോലെയാണ് ഡോക്ടർമാരെ കണക്കാക്കുന്നതും. നിങ്ങളുടെ കയ്യിലാണ് മനുഷ്യരുടെ ഓരോരുത്തരുടെയും ജീവനും. ദൈവത്തിന്റെയും ഡോക്ടർമാരുടെയും കൈകളിലാണ്. എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴത്തേക്ക് നിങ്ങളെ ഓരോരുത്തരും വളരെ ദയനീയ അവസ്ഥയിൽ വളരെ വേദനയോടെ ആണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. അവരോട് ഇങ്ങനെയാണ് കാണിക്കുന്നതെങ്കിൽ ലഹരി ഉപയോഗിച്ച് വളരെ നിസ്സഹായരായിട്ട് ഡോക്ടർമാരുടെ മുന്നിൽ എത്തുമ്പോൾ അറവുശാലയിലെ കശാപ്പുകാരെ പോലെ പെരുമാറിയിട്ടുള്ള ഡോക്ടർമാരെ എനിക്കറിയാം. കാരണം 11-12 വർഷമായിട്ട് എനിക്ക് ഈ ഒത്തിരി ഡോക്ടർമാരെ ഇങ്ങനെ അസുഖം ഇങ്ങനെ ഒരു ഡോക്ടറുടെ ചികിത്സാ പിഴവ് വന്നതിന് ശേഷം ഒത്തിരി ചികിത്സകൾ ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ ഞാൻ ഇടപെട്ടിട്ടുള്ള പല ഡോക്ടറും നല്ല മനുഷ്യത്വമുള്ള നല്ല ഡോക്ടർമാരെയും എനിക്കറിയാം, എന്നെ ചികിത്സിച്ചിട്ടുണ്ട്. പക്ഷേ അറവുശാലയിലെ കശാപ്പുകാരന്മാരായിട്ടുള്ള ഡോക്ടർ, അതേ ഒരു മൈൻഡ് സെറ്റിലുള്ള ഡോക്ടർമാരെയും എങ്ങനെയും പണം ഉണ്ടാക്കണം, ആ ഒരു രീതിയിലുള്ള ഡോക്ടർമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് കക്കാനോ കട്ടപ്പാരയെടുത്ത് കക്കാനൊക്കെ പോയി ഇതിനേക്കാളും നിങ്ങളൊക്കെ അതാണ് നല്ലത്. ദയവ് ചെയ്ത് ഈ കാശുണ്ടാക്കാനും പിടിച്ചു പറിക്കാനും ഇങ്ങനെയുള്ള ഒരു ക്രൂവൽ മൈൻഡോടെയും മനുഷ്യരോട് ഒരു മനുഷ്യത്വവും ഇല്ലാതെ ഉള്ളവരും ഈ ഫീൽഡിൽ വരരുത്. എന്ത് ചെയ്താലും എന്ത് നെറുകേട് ചെയ്താലും കൂട്ടു നിൽക്കാനും, കേസ് വന്നാല് അത് കേസ് നടത്തി വിജയിപ്പിക്കാനും കൂടെ നിൽക്കാനും, സസ്പെൻഡ് ചെയ്താല് അതിനെതിരെ സമരം ചെയ്യാനും ഒക്കെ കുറെ യൂണിയൻകാരുണ്ട്. ആദ്യം അവർക്കെതിരെ ജനം മുന്നോട്ട് വരണം, ഈ യൂണിയൻകാർക്കെതിരെ. കാരണം യൂണിയൻ ഇപ്പം വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം തെറ്റ് ചെയ്യാതെ എന്തെങ്കിലും സസ്പെൻഷൻ ചെയ്യാതാലോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, അതായത് അവരുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാതെ ജോലിക്കാരെ പിരിച്ചുവിടുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടപെടുന്ന അതായത് ന്യായത്തിന് കൂട്ടു നിൽക്കുന്ന യൂണിയൻകാരാണെങ്കിൽ ഓക്കെ. ഇത് എന്ത് പോക്കിരിത്തനം കാണിച്ചാലും കൂട്ടു നിൽക്കുന്ന കുറെ യൂണിയൻകാര്. ഇന്നലെ ഞാനൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പറയുകയുണ്ടായി, ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു, ഇനി ഉടനെ യൂണിയൻകാര് വരുമെന്ന്. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ ന്യൂസിൽ കണ്ടു, യൂണിയൻകാര് ഡോക്ടറെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നു. അത് നാവ് പരിശോധിച്ചപ്പോൾ നാവില് കെട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഡോക്ടർ സർജറി ചെയ്തതെന്ന്. രക്ഷകർത്താക്കളുടെ സമ്മതമില്ലാതെ, ആ കുഞ്ഞിന്റെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ വീട്ടുകാരുടെ സമ്മതമില്ലാതെ സർജറി ചെയ്യുമോ? അതും കയ്യില് ചെയ്യേണ്ട സർജറി കയ്യല്ലേ പരിശോധിക്കേണ്ടത്, വായ എന്തിനാ പരിശോധിക്കുന്നത്? കുഞ്ഞിന്റെ മാതാപിതാക്കളും പറയുന്നു ആ കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല, നാവിന് സംസാരത്തിന് ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാന്ന്. എന്നിട്ട് ഡോക്ടർ പറയുന്നു അത് ആള് മാറിപ്പോയതാണ്, വേറൊരു കുഞ്ഞിന് നാവ് പ്രശ്നമുണ്ടായിരുന്നു എന്ന് ഡോക്ടർ എന്നെ സമ്മതിക്കുന്നു. വേറൊരു കുഞ്ഞിന് നാവിൽ പ്രശ്നമുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് അത് ആള് മാറിപ്പോയതാണെന്ന് പറയുന്നു. പക്ഷേ എന്നിട്ട് ഇവിടെ യൂണിയൻകാര് വന്ന് ഡോക്ടറെ ന്യായീകരിക്കുകയാണ്. ഡോക്ടർ വാ തുറന്നു കുഞ്ഞിന്റെ വായി പിടിച്ച് നോക്കിയപ്പോഴത്തേക്ക് കെട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് സർജറി ചെയ്തതെന്ന്. ദുരന്തങ്ങളെ ഇങ്ങനെയുള്ള യൂണിയൻകാരും. ഡോക്ടർമാർ മാത്രമല്ല, നേഴ്സുമാരും ആശാ വർക്കർമാരും ഈ മനുഷ്യരോട് മനുഷ്യത്വമുള്ള ഈ ഒരു ഫീൽഡില് നിൽക്കാൻ യോഗ്യതയുള്ളവർ മാത്രം, അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഉള്ളവർ മാത്രം വരിക. അല്ലാതെ ക്രൂവൽ മൈൻഡുള്ള ഒരു മനുഷ്യരോട് എങ്ങനെ ഇടപെടണമെന്ന് അറിയാത്ത
ഒരു രോഗിയോട് ഏത് രീതിയിൽ പെരുമാറണം, ആ രോഗി ഏത് മാനസികാവസ്ഥയിലായിരിക്കും എന്നൊന്നും ചിന്തിക്കാൻ പോലും കഴിവില്ലാത്ത, മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയാത്ത വെറും നെറികെട്ട ആൾക്കാർ ഈ ആശാ വർക്കർമാരായിട്ടോ ഡോക്ടർമാരായിട്ടോ നേഴ്സുമാരായിട്ടോ എന്ന് ഈ ഫീൽഡിൽ വരരുത്. കാരണം ഒരു 2 മാസത്തിന് മുന്നേ എൻ്റെ നാട്ടിലുള്ള ഒരു ആശാ വർക്കറുടെ യഥാർത്ഥ സ്വഭാവം ഞാൻ കണ്ടതേ ഉള്ളൂ. ഞാൻ അതിന്റെ വീഡിയോയും കുറച്ച് 2 മാസത്തിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്ന് അവര് ആശാ വർക്കറാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ ഈ നാട്ടിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ആശാ വർക്കർ, ഇപ്പോഴും ആശാ വർക്കറാണെന്ന് തോന്നുന്നു. കുറെ വർഷം അങ്ങനെ ആയിരുന്നു, ഇപ്പോഴും ആണെന്ന് തോന്നുന്നു. 4 വയസ്സായ കുഞ്ഞിന് കയ്യിലെ 6ാമത്തെ വിരൽ ശസ്ത്രക്രിയ ചെയ്ത് മാറ്റാനായി സ്കാനിംഗ്, രക്തപരിശോധന തുടങ്ങിയവ നടത്തുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം വായിൽ പഞ്ഞിയുമായി കുഞ്ഞിനെ തിരികെ കൊടുക്കുന്നു. കയ്യിൽ 6 വിരലും ഉണ്ട്. പിഴവ് പറ്റിയതാണെന്ന് ഡോക്ടർ സമ്മതിക്കുന്നു. കുട്ടിയുടെ നാവിന് ഒരു കുഴപ്പവും ഇല്ല. കയ്യിൽ ഓപ്പറേഷൻ ചെയ്യാനായി കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതെന്ന് കുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്നു. നന്നായി സംസാരിക്കുന്ന കുട്ടിയാണ്. വായിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ പരിശോധനകളൊക്കെ കഴിഞ്ഞ് അതിൻ്റേതായ ഡോക്ടേഴ്സല്ലേ സർജറി ചെയ്യേണ്ടത്. തെറ്റ് പറ്റിയെന്ന് ഡോക്ടർ സമ്മതിക്കുന്നു. അന്വേഷണത്തിൽ ഡോക്ടർ കുറ്റക്കാരനാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത്. യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്യുകയല്ലായിരുന്നു വേണ്ടത്, ഡിസ്മിസ്സാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ടും ഡോക്ടർമാരുടെ അധ്യാപക സംഘടന ഡോക്ടറെ ന്യായീകരിക്കുന്നു. എന്ത് മനുഷ്യരാണ് ഈ സംഘടനക്കാർ! ഇവർ മനുഷ്യരാണോ? ഈ സംഘടനക്കാരെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കണം. എന്നിട്ട് ഇവറ്റകളുടെ അവയവങ്ങളെ കട്ട് ചെയ്ത് വിടണം. ഇവറ്റകളുടെ മക്കൾക്കാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നതെങ്കിലോ ഇവറ്റകൾ ന്യായീകരിക്കുമോ? ഇനി ഒരു രോഗിയെ ചികിത്സിക്കാനുള്ള യാതൊരു യോഗ്യതയും ആ ഡോക്ടർക്ക് ഇല്ല. ഡോക്ടർ എന്ന് പറയാൻ പോലും പാടില്ല. ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത്. ഡ്യൂട്ടി സമയത്ത് ഡ്രൈവർമാർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പോലെ ഡോക്ടർമാരെയും പരിശോധിക്കേണ്ട കാലമാണ്. പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക്, ലഹരി പരിശോധന റോഡിൽ മാത്രം പോരാ. പാവപ്പെട്ട രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി, ചികിത്സാ പിഴവ് ഉണ്ടാകാതിരിക്കാനായി ആശുപത്രികളിലും പരിശോധിക്കുക. എൻ്റെ മകൻ ജനിച്ച് 45 കാലിലൊരു മുഴ ഓപ്പറേഷൻ ചെയ്ത് മാറ്റാനായി TVM SIT ഹോസ്പിറ്റലിൽ ഡോക്ടർ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിനുള്ളിലെ ലാബിൽ ബ്ലഡ് ഗ്രൂപ്പ് ചെക്ക് ചെയ്യാനായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പോയി. ലാബിൽ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് തന്നു. അതേ ബ്ലഡ് ഗ്രൂപ്പിലെ ഒരു ബോട്ടിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഓപ്പറേഷൻ സമയത്ത് ബ്ലഡ് വേണ്ടിവരുമെന്നും ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ബ്ലഡ് വാങ്ങി ഓപ്പറേഷൻ കഴിഞ്ഞു. ഭാഗ്യത്തിന് ബ്ലഡ് ആവശ്യമായി വന്നില്ല. ഭാഗ്യമെന്ന് പറയാൻ കാരണം പിന്നീട് മകൻ്റെ ബ്ലഡ് സ്വകാര്യ ലാബിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് വേറെയാണ്. അതായത് ഹോസ്പിറ്റലിനുള്ളിലെ ലാബുകാർ തെറ്റായി എഴുതി തന്നതാണ്. സംശയം കൊണ്ട് ഞാൻ മറ്റൊരു പ്രൈവറ്റ് ലാബിൽ പരിശോധിച്ചു. അതും സ്വകാര്യ ലാബിൽ ആദ്യം സ്വകാര്യ ലാബിൽ ടെസ്റ്റ് ചെയ്ത അതേ ഇതാണ്, കറക്റ്റായിരുന്നു. ഹോസ്പിറ്റലിനുള്ളിലെ ലാബിൽ എഴുതി തന്നത് ആയിരുന്നില്ല. മറ്റ് രണ്ട് ലാബിലും പരിശോധിച്ചത് ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ് എഴുതി തന്നത്. ഹോസ്പിറ്റലിലെ ഇങ്ങനെയുള്ള അനാസ്ഥകൾ, പിഴവുകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കാനായാണ് ഞാൻ ഈ പറഞ്ഞത്, അല്ലാതെ സ്വകാര്യ ലാബുകളെ പ്രൊമോട്ട് ചെയ്തതല്ല. പിന്നീട് ആ റിസൾട്ടുകളുമായി ഞാൻ അവിടുത്തെ ഹോസ്പിറ്റലിനുള്ളിലെ സ്റ്റാഫുകളോട് സംസാരിച്ചപ്പോൾ പറയുകയാണ്, ബ്ലഡ് അടയ്ക്കേണ്ടി വന്നില്ലല്ലോ എന്ന്. ബ്ലഡ് ആവശ്യമായി വന്നിരുന്നെങ്കിലോ എന്താകുമായിരുന്നു സ്ഥിതി? ഇത് 16 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പോഴും സ്ഥിതിഗതികൾ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നതാണ് ഇടയ്ക്കിടെ കാണുന്ന വാർത്തകൾ. ഓപ്പറേഷൻ സമയത്ത് കത്രിക കുടുങ്ങി, കോട്ടൺ കുടുങ്ങി, എല്ലാം കൂടി അകത്തിട്ട് തുന്നിക്കെട്ടി വിട്ടു. ഇതൊക്കെ നിരന്തരം കേൾക്കുന്ന വാർത്തകളാണ്.